മകന് ഫുട്ബോളിനോട് താൽപര്യമുണ്ടാക്കാൻ അച്ഛൻ ഒരു മാമ്പഴം ചവറ്റുകുട്ടയിലേക്ക് അടിച്ചിട്ടു. മകനും അത് കൃത്യമായി ചവറ്റുകുട്ടയിലേക്ക് അടിച്ചു കയറ്റി. അതോടെ മുൻ ഫുട്ബോൾ താരമായിരുന്ന അച്ഛൻ അവനെ ഫുട്ബോൾ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ജോലിയില്ലാതായ അച്ഛന്റെ വഴിയെ മകൻ പോകുന്നതിൽ അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. ഒരുനാൾ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി റേഡിയോയിലൂടെ ലോകകപ്പ് ഫൈനലിൽ ബ്രസീൽ തോറ്റതറിഞ്ഞ് ആ കൊച്ചുബാലൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. ഭാവിയിൽ താൻ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുക്കുമെന്ന് അവൻ തന്റെ അച്ഛന് വാക്ക് നൽകി. പണമില്ലാതിരുന്നതിനാൽ തുണികൾ ചുറ്റിക്കെട്ടിയ പന്തുപയോഗിച്ചാണ് അവൻ കളിച്ചു വളർന്നത്. ആദ്യത്തെ ടൂർണമെന്റിനായി അവർ ബെഡ്ഷീറ്റുകൾ തുന്നി ജേഴ്സി ഉണ്ടാക്കി. എന്നാൽ മികച്ച പരിശീലനം ലഭിച്ച എതിരാളികൾ അവരെ മൈതാനത്ത് വെച്ച് പരസ്യമായി അപമാനിച്ചു. ഗാലറിയിലുണ്ടായിരുന്ന അച്ഛനെ നോക്കി പെലെ തനിക്ക് ഒട്ടും പാകമല്ലാത്ത ഷൂസുകൾ അഴിച്ചെറിഞ്ഞു. പിന്നീട് നഗ്നപാതനായി അവൻ നടത്തിയ അസാമാന്യ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ട ഒരു സ്കൗട്ട് അവനെ പ്രൊഫഷണൽ ക്ലബ്ബിലേക്ക് ക്ഷണിച്ചു. അമ്മ ആദ്യം എതിർത്തുവെങ്കിലും ഒടുവിൽ മകന്റെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിച്ച് സ്കൗട്ടിന്റെ കാർഡ് അവന് കൈമാറി. അങ്ങനെ അവൻ ക്ലബ്ബിൽ ചേർന്നു. എന്നാൽ അവിടത്തെ കർശനമായ നിയമങ്ങൾ കാരണം അവന് തന്റെ സ്വാഭാവിക ശൈലിയിൽ കളിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഗോൾ പോലും നേടാൻ കഴിയാതെ വല്ലാതെ നിരാശനായ അവൻ രാത്രിയിൽ തന്റെ ബാഗുകൾ പാക്ക് ചെയ്ത് ഫുട്ബോൾ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ബ്രസീലിയൻ ഫുട്ബോളിന്റെ ജീവനായ ജിംഗ ശൈലിയിൽ തന്നെ ധൈര്യമായി കളിക്കാൻ സ്കൗട്ട് അവനെ ഉപദേശിച്ചു. ഇതോടെ കോച്ചിന്റെ എതിർപ്പുകളും വിലക്കുകളും പൂർണ്ണമായി അവഗണിച്ച് പെലെ സ്വന്തം ശൈലിയിൽ കളിക്കാൻ തുടങ്ങി. എതിർ കളിക്കാരെ അതിവിദഗ്ധമായി വെട്ടിച്ച് വായുവിലേക്ക് ഉയർന്നു ചാടിക്കൊണ്ട് ഒരു മനോഹരമായ ബൈസൈക്കിൾ കിക്കിലൂടെ അവൻ അത്ഭുതകരമായ ഒരു ഗോൾ നേടി. കോച്ചും കാണികളും അവന്റെ ആ കളി കണ്ട് സന്തോഷം കൊണ്ട് ആർത്തുവിളിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ ഇതിഹാസത്തിന്റെ അവിശ്വസനീയമായ കുതിപ്പിന്റെ യഥാർത്ഥ തുടക്കമായിരുന്നു ആ നിമിഷങ്ങൾ.